ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് കംഫർട്ടായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, പലരും ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അത്ര വലിയ കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടോ, ഈ ഒരു ബാഗിലാണ് ഞാൻ എൻ്റെ പ്രോഡക്ട്സൊക്കെ ക്യാരി ചെയ്യുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ 3 പീസ് സെറ്റാണിത്. എത്രയാ, ഒരു 200 സംതിങ് മറ്റു ആയിട്ടുള്ളൂ. ഒരു 3 പീസ് സെറ്റാണ് കേട്ടോ ഇത്. ഇത് വലുത്, ഇനി ഇതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. കുറേ നാളായിട്ട് ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കണം എന്നിരിക്കുന്നു. ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ആണല്ലോ അപ്ലൈ ചെയ്യാൻ. അപ്പം ഓൾറെഡി കഴിയാറായി. പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇത് ഞാൻ 3 വർഷമായിട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല എന്താ പറയുക, എനിക്ക് ഇവിടെയൊക്കെ പോസ് ഉണ്ട്. അപ്പം പോസൊക്കെ കവർ ചെയ്യാനും നല്ലൊരു മോയ്സ്ചറൈസറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം അതിനെനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായത് ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഞാൻ സൺസ്ക്രീമായിട്ട് പൊതുവേ ഞാൻ സൺസ്ക്രീം എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഒന്ന് തീർന്നാൽ വേറൊന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതന്നെ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ എല്ലാം ട്രൈ ചെയ്യും. SPF 50 ആയിട്ടുള്ള ++, അത് ഞാൻ ഒരുപാടൊന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തതിൽ നിന്നും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സൺക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീമാണ് കേട്ടോ. ഇത് എന്താ പറയുക, SPF 50 + PA+++, 8 hours പ്രൊട്ടക്ഷൻ, പിന്നെ എന്താ പറയുക, കെമിക്കൽ ഫ്രീ ആണ്. ഇതെനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സൺസ്ക്രീമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 800 മറ്റോ ആണ് കേട്ടോ. പക്ഷെ നല്ല വേർത്താണ് ഈ ഒരു സൺസ്ക്രീം. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പേർപ്പിളിൻ്റെ സൺസ്ക്രീമാണ്. അതും അത്യാവശ്യം നല്ലതാണ്. അത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും അത്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല, അത് കഴിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് സൺക്രോസിൻ്റെ. ഇനി അടുത്തതായിട്ട് ലിപ് ബാം എൻ്റെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഇതിന് ഞാൻ രാത്രി പെരട്ടലുണ്ട്. നല്ല ഒരു ലിപ് ബാമാണ് കേട്ടോ. SPF 50, അതുപോലെ തന്നെ UVA+, UVB ഉണ്ട്. നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. നമ്മുടെ ഒരു ഡാർക്ക്നെസ്സൊക്കെ പോക്കിയിട്ട് അത്യാവശ്യം പിഗ്മെൻറ്റേഷനൊക്കെ കുറക്കാൻ സഹായിക്കുന്ന ഒരു ലിപ് ബാമാണ്. നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തത്, ഇത് ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ജോവീസിൻ്റെ ഹെർബൽ ലിപ് ബാം. ഇതാ, അങ്ങനെ കളറൊന്നുമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഇത് നല്ലതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അതാണ്. പിന്നെ അടുത്തത്, ഇത് എനിക്ക് എന്തിൻ്റെ കൂടി ഫ്രീ കിട്ടിയതാണ്, ഡാസിലറിൻ്റെ ലിപ് ബാം. ഇത് നല്ല കളറുണ്ട് കേട്ടോ. ഇത് നമ്മൾ പെരട്ടി കഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും. ഇതും കുഴപ്പമില്ല, അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. അടുത്തതായിട്ട് പ്രൈമറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം കറൻ്റ്ലി ഡാസിലറിൻ്റെ പ്രൈമറാണ് കേട്ടോ. ഇത് പേഴ്സണലി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ഫസ്റ്റ് ടൈം ഞാൻ യൂസിങ് ആണ്. എന്നാൽ പോലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 8 hours എങ്കിലും എനിക്ക് നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഈ പ്രൈമർ നിൽക്കുന്നുണ്ട്. അപ്പം ബേസായിട്ട് ഞാൻ ഈ ഒരു ഡാസിലറിൻ്റെ പെർഫെക്റ്റ് ഗ്ലോ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല പ്രൈമറാണ്.
നെക്സ്റ്റ് ഫൗണ്ടേഷന് മുന്നേ സാധനം ഓറഞ്ച് കറക്റ്റർ. ഇത് അത്യാവശ്യം ഡാർക്ക്നെസ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഞാനൊരു ഓറഞ്ച് കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഡാസ്ലറിൻ്റെ തന്നെ സംഭവമാണ് കേട്ടോ. ഇത് നല്ലതാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്. ഓറഞ്ച് കറക്റ്റർ ഇത് ഞാനിങ്ങനെ എവിടെയെങ്കിലും പാർട്ടികളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് കൺസീലറാണ്. ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് എന്താ പറയുക, നമ്മളിപ്പം ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പം ഇപ്പം രാവിലെ മുതൽ രാത്രി വരെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ വൈകുന്നേരം വരെ. അപ്പോൾ ഒരു 8 hours 9 hours ഒക്കെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോകുമോ, അല്ലെങ്കിൽ ഇങ്ങനെ കേക്കി ആകുമോ, അങ്ങനത്തെ കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഈ കൺസീലർ ഉപയോഗിച്ചിട്ട് ആ ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ. അത് പെർഫെക്റ്റ് ആണ്. കാരണം ഇത് നല്ലൊരു കൺസീലറാണ്. ഇത് മെബെല്ലൈൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻ ഇറേസർ മൾട്ടി കൺസീലറാണ്. നല്ല കൺസീലറാണ് കേട്ടോ. ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ കൺസീലറായിട്ട്. വേറെ ഒരു പ്രോഡക്റ്റിനെ ഇതുവരെ നോക്കിയിട്ടില്ല. ബെസ്റ്റ് കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാരമലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കളറിന് കാരമലാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ആക്കും, ഒന്ന് നോക്കും ഇതെങ്ങനെയുണ്ട്, ഇത് യൂസ് ചെയ്താൽ എത്രത്തോളം നമുക്ക് ലാസ്റ്റ് ചെയ്യും, അതൊക്കെ ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മോളെ ഫൗണ്ടേഷനാണ്. ഇത് നൈക്കൻ്റെ സൂപ്പർ ലൈറ്റ് സിറം ഫൗണ്ടേഷനാണ് കേട്ടോ. ഇത് ഞാനും അത്യാവശ്യം യൂസ് ചെയ്യും. ഇതിങ്ങനെ പമ്പ് ചെയ്തിട്ട് ഇരുന്നതാണ്. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതിന് വേണ്ട കൺസീലറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ, നല്ല ഗ്ലോവും കിട്ടും. ഇത് നല്ലൊരു ഫെയർ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഈ ഒരു ഫൗണ്ടേഷൻ. അടുത്ത ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റേൻ്റെ മെബെല്ലൈൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ് ടു 30 hours ലൂമി മാറ്റി ഫൗണ്ടേഷൻ SPF 60 ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 2 to 8 ആണ് കേട്ടോ. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് മാത്രമേ വാങ്ങിക്കലുള്ളൂ. ഈ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു തന്നെയാണ് വാങ്ങിക്കലുള്ളൂ കേട്ടോ. മെബെല്ലൈൻ്റെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ഫിറ്റ് മീ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ബ്രാൻഡ് സൂപ്പർ സ്റ്റേൻ്റെ ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യല്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കരയായ സ്ഥലത്തൊന്ന് പോകണം, ടൗണിലല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും വീട്ടിലോ കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ നമ്മൾ വേഗം ഫേസ് കഴുകിയിട്ട് ഇത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് മോടി ഇട്ടിട്ട് പൗഡർ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു അടിപൊളി ഗ്ലോ കിട്ടും കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ പമ്പ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതുണ്ടോ, ഇത് കുറച്ചും കൂടി കട്ടിയാണ്. മറ്റേ നൈക്കൻ്റെ ഫൗണ്ടേഷനൊക്കെ കുറച്ചും കൂടി കട്ടിയാണ് കേട്ടോ. ഇത് വെറുതെ അപ്ലൈ ചെയ്താൽ മതി. ഇത് വെറുതെ അപ്ലൈ ചെയ്താൽ നല്ല സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ, ഇത് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമല്ലോ, അപ്പം നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നല്ല വെയിലത്തൊക്കെ, വെയിലായാലും മഴയായാലും നമ്മൾക്കിപ്പോൾ കുറച്ച് നേരം നിൽക്കണ്ടേ. അപ്പം ഞാൻ ഇതും മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യല് ഫേസിൽ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൈമർ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കേക്ക് ടെക്സ്ചർ നമുക്ക് കിട്ടും. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു മൂസ് ഫൗണ്ടേഷൻ പോലെ ഇങ്ങനെ തൊട്ടുക, ഇങ്ങനെ ഡോട്ടാക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ഫേസ് സ്കാനറുടെ ആ ഒരു ഗ്ലോൻ്റെ സാധനം ഇല്ലേ അതോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈമറോ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അല്ലാണ്ട് ഇത് അപ്ലൈ ചെയ്യൂല. ഇതൊരിങ്ങനെ ഒരു കേക്ക് ടെക്സ്ചറാണ്, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, നല്ല സാധനമാണ്. ഇത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് 900 മറ്റോ ആണ്. ഷെയ്ഡ് വന്നിട്ട് വാനില ലേറ്റി എന്തോ പറയുന്നു. ഇത് ക്രീം ടു പൗഡർ ഫൗണ്ടേഷൻ.
ഷുഗറിൻ്റെ. അടുത്തത് എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അതിനകത്ത് കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, 2-3 കാണണ്ടേ പോയി. നല്ല നല്ല സാധനമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആ കല്യാണത്തിന് നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ ഇടാൻ എടുക്കുമല്ലോ, അങ്ങനെ ബാഗിൽ വെച്ചത് മിസ്സായിപ്പോയി. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക്കിന് എനിക്കൊരു കോംപ്രമൈസും ഇല്ല. അത് എനിക്ക് നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും എന്താ പറയുക, നമ്മളിങ്ങനെ തോലൊക്കെ പൊളിയുമല്ലോ ചില ലിപ്സ്റ്റിക്ക് എടുക്കണം, അതൊക്കെ എന്താ പറയുക മൈനസ് ആക്കിയിട്ട് എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഞാനൊരു കോംപ്രമൈസും ഇല്ല. ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഞാൻ നോക്കുക. അപ്പം ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് മെബെല്ലൈൻ്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻ്റാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമുക്ക് ലിപ് ബാമിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റാണ് വേണ്ട. ഇത് നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത്, പക്ഷെ വാങ്ങിക്കുമ്പോൾ അത്രത്തോളം ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ബെസ്റ്റ് സാധനം, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ചായ കുടിച്ചാലും അല്ലെങ്കിൽ ചൂടുള്ള ഐറ്റംസ് തട്ടിക്കാൻ എന്തായാലും ഒരു ഇങ്ങനെ തോലൊക്കെ പൊളിയും ചുണ്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ. അതൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്നു ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ടിട്ട് ഒരു 6 hours നമ്മളെ ചുണ്ടിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മളിത് എത്രത്തോളം കൂടുതൽ ഇടുന്നോ അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ കുറഞ്ഞു വരിക എന്നല്ലാണ്ട് ഇത് അങ്ങനെ പറയുക അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഏറ്റവും നല്ല സാധനമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് 799 ആണ് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയാണ് മെബെല്ലൈൻ്റെ. രണ്ടാമത്തെ ലിപ്സ്റ്റിക്ക് ഇതെൻ്റെ മോളെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലാക്മിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ, ഒരു ന്യൂഡ് കളറാണ്. ഇതൊരു എന്താ പറയുക ഒരു മൂസ് ടെക്സ്ചറാണ് കേട്ടോ, ചെറിയ ലിപ്സ്റ്റിക്ക്. ഈ ഒരു കളറാണ് ഇത് വരുന്നത് കേട്ടോ, നല്ല കളറാണ്, കുഴപ്പമില്ല. ഒരു 4 മണിക്കൂറൊക്കെ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഇനി അടുത്തത് നൈക്കൻ്റെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതും ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിപ്പോൾ മൊനെല്ലാം പൊട്ടിയിട്ട് അങ്ങനെ കൊളായിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡും ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ മൊന പൊട്ടിയോണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതും ഏകദേശം സെയിം ആണ് കേട്ടോ. ഇതിൻ്റെ യൂസിങ് എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ നമ്മളിതിട്ടിട്ട് ചൂടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാത്തത് നല്ലത്. കാരണം ഇത് 799 വാങ്ങിച്ചിട്ട് നല്ല കളറാണ്, നല്ല ഷെയ്ഡാണ്. പക്ഷേ ഒരു 3 മണിക്കൂർ ഇത് ലാസ്റ്റ് ചെയ്യൂ. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു ചൂണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കും. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ പോകും. അതിങ്ങനെ ഒന്നാമത് ഇത് ക്രയോൺ ലിപ്സ്റ്റിക് ആണല്ലോ, അത് അങ്ങനെ തന്നെ നിൽക്കൂല. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാ ലിപ്സ്റ്റിക്കും ഇവിടെ വന്നിട്ട് നിൽക്കും. ഈ ഒരു ലൈനർ വരുന്ന പോലെ ഇടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല കളറാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മൾ പെട്ടെന്നൊക്കെ ടൗണിലൊക്കെ പോകല്ലോ, അങ്ങനെ ഇടും. അടുത്ത ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ശിവന്ന കളേഴ്സ് എന്നാണ്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ക്രയോൺ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇത് എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ തലശ്ശേരി ഗ്രാൻഡ് തേജസിൽ ഒരു ഫാൻസി ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു ഇത് വാങ്ങിച്ചു. ഇതൊരു കൊറിയൻ ലിപ്സ്റ്റിക് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയ മാറ്റി വെൽവെറ്റ് മോയ്സ്ചറൈസർ ലിപ്സ്റ്റിക് പെൻ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ 2ാമത്തെ തവണയാണ് ഇത് വാങ്ങിക്കുന്നത്. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കും. അങ്ങനെ എന്താ പറയുക കേക്ക് ആവില്ല, അവിടെ ഇവിടെ പറ്റി പിടിക്കൂല. നല്ല സാധനം കേട്ടോ. ഞാൻ ഇത് ഊട്ടി പോകുമ്പോൾ ഇട്ടിട്ട് എനിക്ക് ഏകദേശം രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ നിന്നിന് ഈ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. അത് അങ്ങനെ തന്നെ നിന്നിന്. ഞാൻ വേറെ ഇടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. നല്ല ലിപ്സ്റ്റിക്കാണ്.
ഈ ഒരു കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഇതെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഈ ഒരു കളറാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്, എല്ലാ സ്കിൻ ടോണിനും ചേരും ഈ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ അടുത്തത് ഇൻസൈറ്റിൻ്റെ 24 hours എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ മോള് വാങ്ങിച്ചതാണ്, നമ്മൾ മാളിലാറ്റം പോയാലും വാങ്ങിച്ചിട്ടാ. ഇത് കുഴപ്പമില്ല, 1 മണിക്കൂർ നിന്നെന്ന് പറയാം. ആ ഒരു ലിപ്സ്റ്റിക്കാണ്, കുഴപ്പമില്ല. ഇത് ഞാൻ ഇങ്ങനെ ബ്ലഷായിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ കളറും ഈ ഒരു ഷെയ്ഡാണ്, ഈ ഒരു കളർ കുഴപ്പമില്ല. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ ലിപ് ലൈനർ വരഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാസിൻ്റെ ഈ ഒരു ലിപ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ ലൈനറാണ് ഇത്. മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിന് 69 രൂപയായിട്ടുള്ളൂ. നല്ല ലിപ്സ്റ്റിക്കാണ്, അല്ല ലിപ് ലൈനറാണ്. അടുത്തത് വന്നിട്ട് കോമ്പാക്ട് പൗഡറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും എനിക്ക് എന്താ പറയുക, ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഒരു കോമ്പാക്റ്റും ലിപ്സ്റ്റിക്കും. ഫൗണ്ടേഷൻ ഞാൻ പിന്നെയും വല്ലപ്പോഴും യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, കോമ്പാക്റ്റ് എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് എനിക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നല്ലൊരു മാറ്റ് ഫിനിഷും ചെയ്യുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ് ഇത്. ഫിറ്റ്മിൻ്റെ മെബലൈൻ്റെ ഫിറ്റ്മി മാറ്റി പ്ലസ് പോർലെസ് പൗഡറാണ് കേട്ടോ, കോമ്പാക്ട് പൗഡർ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 310 ആണ് കേട്ടോ, സൺബേജ് പൗഡർ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളർ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കണ്ണാടി ഉണ്ട്, ഉള്ളിലൊരു കണ്ണാടിയും പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു നല്ല സാധനമാണ് കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് മോയ്സ്ചറൈസർ ഇത് മാത്രം ഇട്ടിട്ട് പോയാലോ കുറച്ച് നേരം നിൽക്കും. നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മസ്കാരയായിട്ട് ഞാൻ ഫേസസ് കാനഡൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നല്ല മസ്കാരയാണ് കേട്ടോ, നല്ലൊരു ലാഷസ് നമുക്ക് നല്ലൊരു വോളിയം കിട്ടും കേട്ടോ. ഈ ഒരു മാഗ്നറ്റഡ് ഐസിങ് മസ്കാരയാണ് ഫേസസ് കാനഡൻ്റെ, നല്ല മസ്കാരയാണ്. അതിൻ്റെ തന്നെ ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നതും ഫേസസ് കാനഡൻ്റെ ഐലൈനറാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നല്ല ഐലൈനറാണ് കേട്ടോ. നല്ല വിങ്സൊക്കെ കിട്ടും ഈ ഒരു ഐലൈനർ. നല്ല ബ്രഷാണ്, നല്ല സാധനമാണ് കേട്ടോ ഇത്. പിന്നെ പൗഡർ നമ്മൾ എന്താ പറയുക, ബനാന പൗഡർ നമ്മളെ ഫേസ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം അങ്ങനെ പോയി. ഇൻസൈറ്റിൻ്റെ HD പൗഡറാണ് കേട്ടോ, ബനാനൻ്റെ പൗഡറാണ്. ഇത് ഓൾറെഡി തീരാനായി. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ബനാന പൗഡർ. ഇതൊക്കെ നമ്മൾ എല്ലാ മേക്കപ്പ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതങ്ങനെ വളരെ റെയറായിട്ട് യൂസ് ചെയ്യലുള്ളൂ, വല്ലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പാർട്ടികളിലൊക്കെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന സാധനം. അടുത്തത് ഫിക്സറായിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഡാസ്ലറിനായാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആവുമെന്ന്. പക്ഷെ നല്ല സാധനമാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചത് ഫേസസ് കാനഡൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാദ്യം ഇങ്ങനെ ആയി ഈ ഒരു അവസ്ഥയിലെത്തി കേട്ടോ. ഇത് ഞാൻ റോസ് ഗോൾഡിൻ്റെ സ്ട്രോപ്പ് ക്രീമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസസ് കാനഡൻ്റെ. പിന്നെ ഞാൻ നിർത്തി, കുറേ ഉപയോഗിച്ച് നമുക്ക് മാറ്റം വേണ്ടേ, അതുകൊണ്ട് നിർത്തി. ഇപ്പം ഇത് ലാക്മിൻ്റെ ഹൈലൈറ്ററാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈലൈറ്ററാണ് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെയും ഇവിടെയും ഇതെല്ലാം വളരെ റയറായിട്ട് യൂസ് ചെയ്യലുള്ളൂ. അവിടെ വല്ലപ്പോഴും കല്യാണത്തിനോ അങ്ങനെ യൂസ് ചെയ്യലുള്ളൂ കേട്ടോ ഇത്. പിന്നെ ഐ ഷാഡോ സെറ്റ് ഇതെൻ്റെ മോളെയാണ് കേട്ടോ. ഇതങ്ങനെ ഞാൻ യൂസ് ചെയ്യലില്ല.
ഇത് ഡാസിലറിൻ്റെ തന്നെ ഐ ഷാഡോ സെറ്റാണ് കേട്ടോ. നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പം ഞാൻ അവിടേക്ക് പോകും ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മുടെ പിരികം നല്ല ഹൈലൈറ്റ് ആയിട്ട് വെക്കും. പിന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ നമ്മൾ ഐലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലിൽ ജസ്റ്റ് ഇടും. അങ്ങനെ തിരിയൊന്നുമില്ല, നല്ല സാധനം കേട്ടോ. പിന്നെ ബ്ലഷായിട്ട് ഇത് എൻ്റെ മോള് യൂസ് ചെയ്യുന്നതാണ്. ബ്ലഷായിട്ട് ഇൻസൈറ്റിൻ്റെ ബ്ലഷറാണ് കേട്ടോ. കുഴപ്പമില്ല, അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, കുഴപ്പമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇട്ട് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് കുറേ സമയം നിൽക്കുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ കാജലായിട്ട് യൂസ് ചെയ്യുന്നത് 3 കാജലുണ്ട്. ഈ 3ഉം എൻ്റെ ഫേവറേറ്റ് ആണ്. ഒന്നാമത്തത് എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നെല്ലാം വേർക്കും, ഇങ്ങനെ ഫുൾ ഓയിലിയാണ്. അപ്പം ഏത് നമ്മൾ കാജലിട്ട് കഴിഞ്ഞാലും ഇവിടുന്ന് ഇങ്ങനെ സ്മഡ്ജാകും. അപ്പോൾ എപ്പോഴും ഉള്ള പരാതി. അതുകൊണ്ട് ഞാനിപ്പം കൺവെച്ച് ഇടലില്ല, മേലിൽ മാത്രമേ ഇടലുള്ളൂ. അപ്പോൾ ഈ മാമത്തിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നല്ല സാധനം കേട്ടോ. ഇത് നല്ല സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജലാണ്, നല്ല കാജലാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. നമ്മളെത്ര എന്താ പറയുക വെയിലത്തായാലും എത്ര വെള്ളം വീണാലും നമ്മുടെ കണ്ണിന്ന് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല സാധനമാണ്. രണ്ടാമത് എനിക്കത് സ്മഡ്ജ് പ്രൂഫ് ആവുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വെറ്റാകുന്ന ഒരു ഫേസാണ് എൻ്റെത്. അപ്പോൾ അതിന് ബെസ്റ്റ് സാധനം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബെസ്റ്റ് എന്ന് പറയുന്നത് മെബെല്ലൈൻ്റെ ടാറ്റൂ സ്റ്റുഡിയോ ജെൽ പെൻസിലാണ്. ഇതും നല്ല സാധനമാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ സാധാരണ പെൻസിൽ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബേക്കിൽ നമുക്കിങ്ങനെ സ്മഡ്ജ് ചെയ്യണമെങ്കിൽ സ്മഡ്ജും ചെയ്യാം. ഇതാ ഒരു സ്മഡ്ജിൻ്റെ ഒരു സാധനം കാണിക്കും. ഇതും കുഴപ്പമില്ല, നല്ല സാധനമാണ്. പക്ഷെ ഫസ്റ്റ് കൊടുക്കുന്നത് ഇതായിരിക്കും കേട്ടോ. ഇത് രണ്ടാമത് ഞാൻ കൊടുക്കും മെബെല്ലൈൻ്റെനും. കാരണം ഇത് ഞാനൊരു 6 മണിക്കൂർ 7 മണിക്കൂർ അതിനേരം കുറച്ചൊന്ന് ഇവിടുന്നൊക്കെ ഒന്ന് പെരങ്ങുന്ന പോലെ കണ്ടു. പക്ഷേ ഇത് അതുപോലെ തന്നെ അന്ന് രാത്രി ഞാൻ 2 മണിക്കാണ്, രാവിലെ ഞാൻ ഇട്ടിട്ട് രാത്രി 2 മണിക്കാണ് ഫംഗ്ഷനും കഴിഞ്ഞിട്ട് വന്നത്. അതുപോലെ തന്നെ നിന്നിട്ട് ഈ ഒരു മമാത്തിൻ്റെ അടിപൊളിയാണ്. പിന്നെ ഇതെൻ്റെ മോള് യൂസ് ചെയ്യുന്നതാണ് നൈക്കൻ്റെ ജെൽ വിങ്സ് ഒക്കെ. ഇങ്ങനെ വിങ്സ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടെ ഈ ഒരു ഷേപ്പിലുള്ള വിങ്സിൻ്റെ ഐലൈനർ. ലോങ് ലാസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല, നല്ല. അങ്ങനെ ഇതാ ഏകദേശം കഴിയാനായി ഒന്നുമില്ല. പിന്നെ ഇതാ ഹിമാലയൻ്റെ ബേബി പൗഡറാണ് ഇത്. നമുക്കിപ്പോൾ തീരെ സമയമില്ല, ഒന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇട്ടാൽ മുഖത്തോടും കുറച്ച് ലിപ്സ്റ്റിക്ക് കൂട്ടിയിട്ട് പോവലാണ് പതിവ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ മോനോടും. പിന്നെ ഇത് മേരി ജോക്കിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല, എൻ്റെ ഐബ്രോ അത്ര തിക്കൊന്നല്ല, കുറച്ച് കട്ടി കുറവായിട്ടുള്ളൊരു ഐബ്രോ ആണ്. അപ്പോൾ അതിന് ഇങ്ങനെ ജസ്റ്റ് ഷേപ്പ് ചെയ്യും, എന്നിട്ട് ഈ ഒരു ബ്രഷ് കൊണ്ട് അതൊന്ന് ലെവൽ ചെയ്യും. അപ്പം ഇത് മസ്റ്റാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ ഞാൻ ഇത് മെബെല്ലൈൻ്റെ തന്നെ ടാറ്റൂ സ്റ്റുഡിയോ ബ്രാൻഡാണ്. ഈ ഒരു വൈറ്റ് ഐലൈനറല്ല കാജൽ, വൈറ്റ് കാജൽ. ഇത് ഞാൻ നമ്മളിപ്പോൾ അടിയിൽ കണ്ണെഴുതുമല്ലോ, അപ്പോൾ അതിന് കണ്ണ് കുറച്ചും കൂടി നമ്മൾ ബ്രൈറ്റായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടി വലുതായിട്ട് കാണാനും ഇത് ഞാൻ ഉള്ളിൽ അപ്ലൈ ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് പുറത്ത് കാജൽ എഴുതും. അപ്പോൾ നമ്മളെ കണ്ണ് കുറച്ചും കൂടി വിടർന്ന പോലെ ഉണ്ടാവും കേട്ടോ. അതെൻ്റെ ടെക്നിക്കാണ്. ഇപ്പം ഇത് നല്ലതാണ് കേട്ടോ. ഇത് ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആയിരിക്കും, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. നല്ലതാണ് വൈറ്റ്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടൊരു സ്പോഞ്ച്. പിന്നെ ഇതാ ചെറിയ സ്പോഞ്ച്. ഇതെല്ലാം ഞാൻ മീഷോ വാങ്ങിച്ചാണ് കേട്ടോ. ഇങ്ങനെ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമല്ലോ അടിക്ക് പോകുമ്പോൾ, പൗഡറൊക്കെ ഒന്ന് സെറ്റാക്കാം.
ഇതെൻ്റെ മോളതാണ് കേട്ടോ, ചെറിയൊരു ബ്രഷ് ഒക്കെ ഇങ്ങനെ ബ്ലഷ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് അതിൻ്റെ സ്കട്ടറാണ്, മറ്റേ നമ്മളെ ഈ ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് അല്ലേ, ഇത് മഞ്ചേരിയിട്ട് ഫ്രീ കിട്ടിയത് കേട്ടോ. തീർന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് കേട്ടോ. ഇതാ ഇവിടെ മൊത്തം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ എങ്ങനെ മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ സ്കിൻ കെയർ വേണോ, എന്താ വേണ്ടത് അത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പം ഡെയിലി ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ബനൂസ് വേൾഡ് എന്നാണ്, അത് ഞാൻ ഈ വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ, അതിൻ്റെ ഐഡി. അതും ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ.